വൃത്തിയും കെയർഫുള്ളിയും ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിട്ടേൺ കിട്ടാൻ പ്രോബിലിറ്റി ഉള്ളൊരു കൃഷിയാണ് ഇഞ്ചി മഞ്ഞൾ എന്ന് പറയുന്നത്. നല്ല ഡിമാൻഡുള്ള ഒരു കൃഷിയാണ്. ഏകദേശം 8 മുതൽ 10 മാസം വരെയാണ് ഈ കൃഷി ചെയ്യാനുള്ള കാലാവധി. അത് നടേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം നട്ട് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാം. ഒരു 10 തൊട്ടിട്ട് 15 ഇരട്ടി വരെ ഈൽഡ് തരുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി മഞ്ഞൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മളൊരു 10 കിലോ വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു 120 കിലോ വരെ അതിൻ്റെ വെയിറ്റ് ഫൈനൽ നമ്മൾ ഹാർവെസ്റ്റിംഗ് സമയത്ത് കിട്ടാം. ഒരു നല്ല കൃഷി അല്ലെങ്കിൽ നല്ല സിറ്റുവേഷനിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ. പിന്നെ ഒരു ക്യാഷ് ക്രോപ്സ് ആണ്, വളരെയധികം റിസ്ക് ഉണ്ട്. അപ്പോൾ ഇഞ്ചി മഞ്ഞൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി ഇവിടുത്തെ സോയിലിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇഞ്ചിക്കും മഞ്ഞളിനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാനേ പാടില്ല. അത് ഡാമേജ് ആക്കും. അതേപോലെ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള പ്രോബബിലിറ്റിയും, അതേപോലെ മഞ്ഞൾ ചീഞ്ഞു പോകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണ് അത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ഇവിടുത്തെ സോയിൽ അതാണ്. വെള്ളം തീരെ കെട്ടി നിൽക്കില്ല. പക്ഷേ വെള്ളം വേണം താനും, വെള്ളം ആവശ്യത്തിന് വേണം താനും.